പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതലെത്തും നയിക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ ആലക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് വചനിപ്പ് പെരുന്നാൾ, പാതി നോമ്പ്, ഈ ദിവസങ്ങളിലെ നമസ്കാര ക്രമങ്ങളെ പറ്റിയാണ്. ഈ മാർച്ച് 25 പാതി നോമ്പ്, വചനിപ്പ് പെരുന്നാൾ നാളെ വിശുദ്ധ പത്രീസ് ബാബയുടെ തൃക്കരങ്ങളാൽ ഈ സെമിനസ് ഗ്രിഗോറിയോസ് തിരുമേനി വാഴിക്കപ്പെടുന്നു. അതിലേക്കായി പ്രാർത്ഥിക്കണമല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. 26-ാം തീയതി പാതി നോമ്പാണ്. ഇപ്പോൾ 2 ദിവസത്തെ നമസ്കാര ക്രമങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് പലർക്കും അറിയാം. പലരുടെയും ധാരണ വചനിപ്പ് പെരുന്നാളല്ലേ, പാതി നോമ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് സാധാരണ നമസ്കാരം ചെല്ലുക മതി എന്നുള്ള ധാരണയാണ്. അത് തെറ്റാണ്. ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. കുർബാന ഉണ്ടല്ലോ, പിന്നെ ചൊവ്വാഴ്ച സന്ധ്യ മുതൽ പെരുന്നാൾ നമസ്കാരങ്ങൾ ചെല്ലാം ക്രമ രീതിയിൽ പാടില്ല. പ്രാർത്ഥന നോമ്പിൻ്റെ തന്നെയാണ്. സന്ധ്യാപ്രാർത്ഥന മുതൽ കുമ്പടേണ്ടടുത്ത് കുമ്പടണം, ഒരു മാറ്റമില്ല. സദ്യയ്ക്ക് മാറ്റമില്ല, സൂത്താറിക്ക് മാറ്റമില്ല. കുമ്പിട്ട് തന്നെ നമസ്കരിക്കണം. പ്രാർത്ഥന അല്ല, നമസ്കാരമാണത്. പിന്നെ ചൊവ്വാഴ്ച കുർബാന ഉള്ളത് കൊണ്ട്, വചനിപ്പ് പെരുന്നാൾ ആയതുകൊണ്ട് രാത്രി പ്രാർത്ഥനയിൽ നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ മറിയാം പറഞ്ഞതെന്തെന്നാൽ, ആ മാവുർബോ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് ഇവയെല്ലാം ചൊല്ലേണ്ടതും തൃത്വത്തിന് സ്തുതി കഴിഞ്ഞ് ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും മരിച്ചവരുടെയും കുക്കിലിയോനുകളും പൊതുവിൻ്റെ ബഹൂസയും നടത്തേണ്ടതാകുന്നു. രാത്രി പ്രാർത്ഥനയിൽ ചൊല്ലേണ്ടത് നാം ദൈവമക്കളായി തീരുവാൻ മറിയാം പറഞ്ഞെന്നാൽ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത്, പിന്നെ തൃത്വത്തിന് സ്തുതി കഴിഞ്ഞ് ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും മരിച്ചുപോയവരുടെയും കുക്കുലിയോനുകൾ ചെല്ലണം, പൊതുവിൻ്റെ ബഹൂസയും നടക്കണം. വീടുകളിലാണെങ്കിലും കുക്കുലിയോർ വേണ്ട, വെളിയിൽ വെച്ച് നടത്തുമ്പോൾ ഇതെല്ലാം നടത്തണം. കുർബാന ഉള്ളതുകൊണ്ടാണ്. ഇനി രാവിലെ എന്ത് ചെയ്യണം? പാതിരാത്രിയുടെ നമസ്കാരം കഴിഞ്ഞു രാവിലെ പ്രഭാതം 3-ാം മണിയും നോമ്പിൻ്റെ രീതിയിൽ തന്നെ തുടരണം. അവിടെ മാറ്റില്ല. 3-ാം മണിയും പ്രഭാതവും, അല്ലെങ്കിൽ പ്രഭാതവും 3-ാം മണിയും നോമ്പിൻ്റെ രീതിയിൽ തന്നെ തുടരേണ്ടതും. ഉച്ചയുടെ പ്രാർത്ഥന ശീമ പ്രാർത്ഥന, അല്ലെങ്കിൽ സാധാരണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ്. അവിടെ കുമ്പിടണ്ട. ഉച്ചപ്രാർത്ഥനയ്ക്ക് കുമ്പിടണ്ട. ചൊല്ലേണ്ടത് സാധാരണ നമസ്കാരമാണ്. അത്രേ ഒരു മാറ്റമുള്ളൂ. ഉച്ചപ്രാർത്ഥനയ്ക്ക് മാത്രമേ ഒരു മാറ്റമുള്ളൂ. ഇത് കഴിഞ്ഞാലോ ഉച്ചയ്ക്ക് നോമ്പിൻ്റെ നമസ്കാരം, ബാക്കി നമസ്കാരം കഴിക്കണം. പക്ഷെ അവിടെ കുമ്പിടണ്ട. കാരണം കുർബാന കഴിഞ്ഞു വന്നിരിക്കുകയാണ്. കുമ്പിടലോ വിശ്വാസ പ്രമാണം കഴിഞ്ഞ 40 കുമ്പിടലോ അന്നുണ്ടായിരിക്കുന്നതല്ല. ത്രോണോസിൽ ഒരു തിരി കത്തിക്കുമ്പോൾ നമസ്കാര സമയത്ത് ഗോകുൽത്തായാലും ഒരു തിരി കത്തിക്കണം. ത്രോണോസിൽ 2 തിരി കത്തിക്കുമ്പോൾ ഗോകുൽത്തായാലും 2 തിരി കത്തിക്കണം. അപ്പോൾ ഈ ക്രമം തന്നെയാണ് പാതി നോമ്പിൻ്റെയും ക്രമം. അതും ശ്രദ്ധിക്കണം. രാത്രി പ്രാർത്ഥനയിലെ ആ മാറ്റങ്ങൾ ഓർത്തിരിക്കുക. പ്രഭാതത്തിൻ്റെയും 3-ാം മണിയുടെ നമസ്കാരം നോമ്പിൻ്റെ തന്നെയാണ്. കുമ്പിടം വേണം.
ഉച്ചപ്രാർത്ഥനയ്ക്ക് കുമ്പിടണ്ട, സാധാരണ നമസ്കാരം ജില്ലകളിൽ അന്ന് 40 കുമ്പിടലും ഇല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം പതിനിപ്പ് പെരുന്നാളാണ്, പാതിനോമ്പാണ്. അതിന് പറഞ്ഞു. ഇപ്പോൾ പാതിനോമ്പിൻ്റെയും പതിനിപ്പ് പെരുന്നാളിൻ്റെയും സെയിമാണ്. 40-ാം വെള്ളിയാഴ്ച വരുമ്പോൾ 40 നോമ്പ് വെള്ളിയാഴ്ച കുർബാനയോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷേ നോമ്പിൻ്റെ നമസ്കാരം തന്നെ ചൊല്ലണം. തലേ ദിവസം മുതലേ പാതിനോമ്പ് ബുധനാഴ്ചയുടെ രീതിയിൽ തന്നെ നോമ്പിൻ്റെ ലക്ഷണങ്ങൾ വിട്ടുകളയാതെയും കുർബാനയുള്ളതുകൊണ്ട് രാത്രി പ്രാർത്ഥനയിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയും നമസ്കരിക്കണം. ഉച്ച നമസ്കാരം സാധാരണ നമസ്കാരം ചൊല്ലണം. അതിനുശേഷം കുർബാന നടത്തണം. 40 കുമ്പിടിയിലില്ല 40-ാം വെള്ളിയാഴ്ച. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും പാതി നോമ്പിനും പതിനിപ്പ് പെരുന്നാളിനും സാധാരണ നമസ്കാരം മതിയെന്ന് വിചാരിക്കരുത്. ഉച്ച പ്രാർത്ഥനയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ രാത്രി പ്രാർത്ഥനയിൽ ചില ബഹുസുകളും ആവർഭകളും പ്രാർത്ഥനകളും പ്രത്യേകം എടുത്ത് ചൊല്ലണം. കാരണം നോമ്പിലത് നമ്മൾ സാധാരണ ചൊല്ലാറില്ല. പക്ഷെ കുർബാനയുള്ളത് കൊണ്ട് അത് ചൊല്ലിയിരിക്കണം. 40-ാം വെള്ളിയാഴ്ച നോമ്പ് അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഇത് പൗരാണിക കാലം മുതലുള്ളതാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് മരിച്ച സമയം മുതൽ ഉയർപ്പ് വരെയുള്ള 40 മണിക്കൂർ സമയം അവർ ഉപവാസത്തിലായിരുന്നു. പിതാക്കന്മാരങ്ങനെ പഠിപ്പിക്കുന്നത്. ആ 40 മണിക്കൂർ പിന്നെ 40 ദിവസമായിട്ട് മാറി കാലക്രമേണ. 40 മണിക്കൂർ മരണാവസ്ഥയിലായിരുന്നു കർത്താവ്. ആ സമയത്ത് വെറുതെ ഇരുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ച കാര്യമൊക്കെ അറിയാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പാതാളത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ച സമയത്തും ഇവിടെ അപ്പോസ്തലന്മാർ ഉപവാസത്തിലായിരുന്നു, നോമ്പിലായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയാലും ഉപവാസത്തിലുമല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആത്മീയ ചിറകുകൾ നമുക്ക് ലഭിക്കുന്നു സ്വർഗത്തിലേക്ക് കയറാൻ. നോമ്പ് മൂലം മാലാഖമാരുടെ ശോഭ കിട്ടുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നു. നോമ്പിൻ്റെ അവസാനത്തിൽ ഉയർപ്പ് പെരുന്നാളിലേക്ക് വരുമ്പോൾ ആ നിത്യജീവൻ ലഭിക്കുന്നതിൻ്റെ ഒരു പൂർണ്ണത കിട്ടിയില്ലെങ്കിലും ഒരു 90% ശരിയായി നോമ്പ് ആചരിക്കുന്നവർക്ക് കിട്ടും. പൂർണ്ണത കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലുണ്ടാവും. ആ തേജസ്കരണം മോശ തേജസ്കരിക്കപ്പെട്ടതുപോലെ തേജസ്കരണം കിട്ടിയാൽ നാം ഭാഗ്യവാനാണ്. പക്ഷെ കർത്താവിന് കിട്ടിയ തേജസ്കരണവും മോശയ്ക്ക് കിട്ടിയതൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. സൂര്യകിരണങ്ങളെക്കാളും മേന്മേറിയ ശോഭയാണ് മോശയ്ക്ക് കിട്ടിയത്. കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആർക്കും കിട്ടില്ല എന്നർത്ഥത്തിലല്ല. ഈ ലോക ജീവിതത്തിൽ നമ്മൾ സാത്താൻ്റെ അടിമകളായി പിന്നെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. മോശയ്ക്ക് അത് സംഭവിച്ചില്ല. പക്ഷെ രണ്ടും തെറ്റുകളൊക്കെ ചെയ്തു, അത് ശരിയാ. ഞാൻ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഈ ആചാരങ്ങളൊക്കെ ശരിയായിട്ട് അനുഷ്ഠിച്ച് നമസ്കാരക്രമം ചിട്ടപ്പെടുത്തി ചെല്ലുവാൻ സാധിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ പിന്നീട് പറഞ്ഞോളാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.